അസ്സാം വലൈക്കും വറഹമത്തുള്ള. മൗലാന മൗദൂദിയുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഖുർആനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ലോകമാണ് ഹദീസ് ലിറ്ററേച്ചർ എന്നുള്ളത്. ഇസ്ലാമിക ലോകത്ത് 20-ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഹദീസുമായി ബന്ധപ്പെട്ട പഠന മേഖലയിൽ വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ധാരാളം രചനകൾ നടത്തുകയും അതിനുവേണ്ടി സമരങ്ങൾ നടത്തുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് മൗലാന മൗദൂദി. മൗദൂദിയുടെ ശ്രമങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം അവരുടെ ഭരണഘടനയിലും അവരുടെ കോർട്ടുകളിലും അവരുടെ തെരുവുകളിലുമെല്ലാം ഹദീസ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രാമാണികതയെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ പോലും ഉണ്ടാവുവാൻ കാരണമായി. അത് അവരുടെ നിയമപരമായ തീരുമാനങ്ങളിൽ പോലും പ്രതിഫലിക്കുന്ന തരത്തിലേക്ക് മൗലാന മൗദൂദിയുടെ ഹദീസ് പരിജ്ഞാനത്തിൻ്റെ സ്വാധീനം വളർന്നു വലുതായി എന്നതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മൗലാന മൗദൂദിയുടെ ഹദീസ് അല്ലെങ്കിൽ മുഹദ്ദിസ് എന്ന ആ ഒരു പദവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആരാണ് മുഹദ്ദിസ് എന്ന ഒരു ആശയം നമ്മൾക്ക് ഉണ്ടാവണം. മുഹദ്ദിസ് എന്നത് നമ്മൾ മുഫസ്സിർ എന്ന് പറയുന്നത് പോലെ ഖുർആനികമായ വിവരങ്ങളുടെയും ഖുർആനുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള വൈജ്ഞാനിക അടിത്തറയുള്ള ആഴത്തിൽ വൈജ്ഞാനിക വൈഭവമുള്ള ആളിനെയാണല്ലോ നമ്മൾ മുഫസ്സിർ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഹദീസിൻ്റെ മേഖലയിൽ ഖുർആനിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഖുർആനിനെ വിശദീകരിക്കണമെങ്കിൽ, ഖുർആനിനെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ, ഖുർആനിനെ കാലികമായി മനസ്സിലാക്കണമെങ്കിൽ, ഖുർആനിൻ്റെ ചരിത്രവും മനസ്സിലാക്കണമെങ്കിൽ, അതുപോലെ ഖുർആനിൻ്റെ പശ്ചാത്തലവും അത് ആരോടാണ് സംസാരിക്കുന്നതെന്നും അതിൻ്റെ കണ്ടന്റുമെല്ലാം തിരിയണമെങ്കിൽ അത് ഹദീസ് എന്ന വൈജ്ഞാനിക മേഖലയിൽ അതിന് സാധാരണമായ തരത്തിലുള്ള വൈജ്ഞാനിക വൈഭവം ആവശ്യമാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മുഹദ്ദിസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനോടൊപ്പം തന്നെ ഹദീസിനുള്ള വളരെ ആഴത്തിലുള്ള ജ്ഞാനം അവർക്ക് ആവശ്യമാണ്. സ്വാഭാവികമായും അറബി ഭാഷയും, കാരണം ഖുർആൻ അത് അറബിയിലായതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നബി റസൂൽ നബിയിൽ ഉമ്മി എന്ന തരത്തിൽ അറിയപ്പെടുന്നത് കൊണ്ടും, അതായത് അറബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയതുകൊണ്ടും, ഈ ഹദീസ് എന്നത് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരെല്ലാം അറബികളായതുകൊണ്ടും, ഹദീസിനെ ക്രോഡീകരിച്ചവരെല്ലാം അനറബികളായിരുന്നെങ്കിൽ പോലും അറബി പഠിച്ചുകൊണ്ട്, അത് നമ്മൾക്കറിയാം ഇമാം ബുഖാരി അല്ലെങ്കിൽ നസായി, തിർമിദി, ഇബ്നു മാജ പോലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അനറബികളാണ്. എന്നാൽ പോലും അറബി ഭാഷയിൽ വ്യുൽപ്പത്തി നേടുകയും അതിനനുസരിച്ച് ആ ഹദീസിൻ്റെ വ്യാപനം ഉണ്ടാവുകയും അത് പഠിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ അനിതര സാധാരണമായ വിവരം അവർക്ക് ആവശ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അത് മത്ൻ എന്നാണ് നമ്മൾ പറയുക, കണ്ടന്റ്, അതിൻ്റെ ഭാഷാ വ്യത്യാസം, അതിലെ വിവിധ അർത്ഥങ്ങൾ, അതിൻ്റെ ഷുമൂലിയത്ത്, സമ്പൂർണവും സമഗ്രവുമായ ആശയതലം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ച് പോലും പണ്ഡിതന്മാർ തന്നെ പറയുന്നത് അത് ജവാമിഉൽ കലിം എന്ന രീതിയിലാണ്. എല്ലാ വാക്കുകളുടെയും ഒരു സമഗ്ര സമ്പൂർണമായ തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന പോലെ, പ്രസംഗിക്കുന്നത് പോലെ വലിയ വാക്കുകളും ആവർത്തന വിരസതയും ഇല്ലാത്ത വാക്കുകളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത്. അതുകൊണ്ട് തന്നെ അതിസുന്ദരമായ ഭാഷാ പ്രാവീണ്യം ഉള്ള ഒരാൾ എന്ന നിലയിൽ പോലുമാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള ആൾക്കാരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷാ പ്രാവീണ്യത്തെ ഉയർത്തി പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷയിൽ നല്ല വിൽപ്പിത്ത് വേണം. അതിൻ്റെ കൂടെ തന്നെ ഇത് ഖുർആനും ഹദീസും അറബി ഭാഷയും എന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ടതാണ് അദബ്. മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ അനിവാര്യമായി ഉണ്ടാവേണ്ട സ്വഭാവ സവിശേഷതകൾ അത് ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഹദീസ് കൊണ്ട് നടക്കാനുള്ള കഴിവ് ഇല്ല എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പൊതുവെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അദബ് അനിവാര്യമായി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ട്, ഈ ചെയ്യപ്പെടുന്ന റിപ്പോർട്ട്, അത് റിവായത്ത്, അത് പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ചുള്ള ജ്ഞാനവും ആ റിപ്പോർട്ടിലുള്ള ദിറായത്ത്, അതിൻ്റെ കണ്ടന്റും
അതിനെക്കുറിച്ച് എന്താണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വൈജ്ഞാനിക വൈഭവവും ഇവർക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ്, റാവി എന്ന് പറയുന്ന ഈ പറയുന്ന റിപ്പോർട്ടേഴ്സിൻ്റെ അവരുടെ ഏത് സാഹചര്യത്തിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത്, അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്ത്, അവരുടെ ചരിത്രം എന്ത് എന്ന തരത്തിലുള്ള വിവരവും അവർക്ക് ആവശ്യമാണ്, ഒരു മുഹദ്ദിസിന് അനിവാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുഹദ്ദിസ് നല്ല മെമ്മറിയുള്ള ഒരാളായിരിക്കണം. കാരണം മറന്നു പോകുന്ന അല്ലെങ്കിൽ അവിടെയും ഇവിടെയും മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരാൾക്ക് ഒരു മുഹദ്ദിസ് ആവുവാൻ കഴിയില്ല. അതിൻ്റെ കൂടെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു ഹദീസിനെ അത് സ്വീകരിക്കുകയും അതേപടി തഖ്ലീദ് ചെയ്യുക എന്നതിനേക്കാളും അപ്പുറം അതിനെ ക്രിട്ടിക്കലായി കാണുവാനും അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഷറഹ്, അതിൻ്റെ ഉള്ളിലുള്ളതിനെ പുറത്തിടാൻ പറ്റുന്ന ഇസ്തിംബാത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലുള്ളതിനെ ഡിറൈവ് ചെയ്ത് ഉദ്ധാരണം നടത്തുവാൻ, ഉദ്ധരിക്കുവാൻ, അതിൽ നിന്നുള്ള പ്രധാന ആശയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള വൈഭവവും അനിവാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ വിഷയം എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഒബ്ജക്റ്റിവിറ്റിയും ആ ഒരു കഴിവും മുഹദ്ദിസിന് അനിവാര്യമായി വരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് മൗലാന മൗദൂദിയെ നമ്മൾ ഈ ഒരു ഹദീസിന്റെ മേഖലയിൽ ഒരു മുഹദ്ദിസായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും ഒരുപോലെ വഴങ്ങുകയും ഉള്ള ഒരാളെന്ന നിലയിലാണ് മൗലാന മൗദൂദിയുടെ ജീവിതം നമുക്ക് കാണുവാൻ കഴിയുന്നത്. തഫീമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അറബി ഭാഷ അറിയില്ലെങ്കിൽ തഫീമും ഖുർആനും ചരിത്രവും അതുപോലെ തന്നെ ഫിഖ്ഹും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അദബാണ് മൗലാന മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അദ്ദേഹം എഴുതിയ രചനകൾ മുഴുവനും അത് അദബിനെ കുറിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിൽ അദബ് മുഴുവൻ പുലർത്തിയ ആളാണ്. ഹദീസിൻ്റെ അത് എങ്ങനെ സ്വീകരിക്കണമെന്നും അതിൻ്റെ ദിറായത്ത് എന്താണ്, മൗലാന മൗദൂദിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ, അത് അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കുകൾ പോലും പറയുന്നത് മത്തിനിന്, അതിൻ്റെ കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളായിട്ടാണ്. അതിൻ്റെ അർത്ഥം റിവായത്തിനെ പരിഗണിക്കാത്ത ആളെന്ന നിലയിലല്ല, റിവായത്തിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിൻ്റെ കണ്ടന്റ് ശരിയാവുക എന്നുള്ളത് അനിവാര്യമായി വരുന്നു. കാരണം നമ്മളത് ഇനിയും വിശദീകരിക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ കാരണം, സാധാരണ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ ലഈഫായ അല്ലെങ്കിൽ ദുർബലമായ, മൗദൂആയ അല്ലെങ്കിൽ ഫേബ്രിക്കേറ്റ് ആയ തരത്തിലുള്ള വിവിധ ഹദീസുകളും പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ കൂടാതെ അറേബ്യൻ, മക്കൻ, മദീനൻ പ്രദേശങ്ങളിൽ ഇസ്രായേലി കഥകൾ പലപ്പോഴും ഹദീസ് എന്ന രീതിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി ഖുർആൻ സെൻട്രിക് ആയ ഒരു അപ്രോച്ചാണ് ഹദീസിനോട് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ കിതാബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ വിഷയം അവിടെയും കടന്നു വരുന്നതാണ്. ആ തരത്തിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഈ ഏതൊക്കെ ആയത്തുകളിൽ, ഏതൊക്കെ സംഭവങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമയും ആ വിഷയം അനുസരിച്ച് പെരുമാറിയതെന്നും അതിൻ്റെ കൂടെ തന്നെ സലഫു സാലിഹ്യങ്ങളുടെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണെന്നുമുള്ള നല്ല മെമ്മറി, ഓർമ്മകൾ ഉള്ള ഒരാളെന്ന നിലയിൽ മൗലാന മൗദൂദിയുടെ രചനയിൽ നമുക്ക് കാണാം. സ്വാഭാവികമായും മൗലാന മൗദൂദിയുടെ പ്രധാനപ്പെട്ട മറ്റ് 3 ഗുണങ്ങളാണ്. അത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനലിറ്റിക്കൽ സ്കില്ലും ഒബ്ജക്റ്റിവിറ്റിയും. ഈ 3ഉം നമുക്ക് മൗലാന മൗദൂദിയുടെ ചിന്തകൾ കാണാം. ഒരുപക്ഷെ ഇതുകൊണ്ടാവാം സാമ്പ്രദായിക പണ്ഡിത വിഭാഗം മൗലാന മൗദൂദിയെ ഒരു പുരോഗമന ആശയക്കാരൻ എന്ന നിലയിൽ ഹദീസിനെ കാണുന്ന ഒരാൾ എന്ന രീതിയിൽ വീക്ഷിക്കാൻ പോലും കാരണം ഒരുപക്ഷെ ഈ അവസാനത്തെ ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിറ്റിക് സ്കിൽ, ഒബ്ജക്റ്റിവിറ്റി കൂടുതൽ ഹദീസ്, ഖുർആൻ, ഫിഖ്ഹി വിഷയങ്ങൾ ഉപയോഗിച്ച ആളെന്ന നിലയിലാവാം. എന്ത് തന്നെയാണെങ്കിലും മൗലാന മൗദൂദിയുടെ ഹദീസിനെ കുറിച്ചിട്ടുള്ള അറിവും അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും പിന്നീട് വരും കാലങ്ങളിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളും നമുക്ക് അനിഷേധ്യമായ തലത്തിൽ നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തഫീമുൽ അഹാദീസ് എന്ന പേരിൽ മൗലാന മൗദൂദിയുടെ പേരിലേക്ക് ചേർക്കപ്പെടുന്ന 8 വോളിയംസ് ഉള്ള ആ കിതാബിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് മൗലാന മൗദൂദി എഴുതിയതല്ല. ചരിത്രം സൂചിപ്പിക്കുന്നത്, മൗലാന മൗദൂദിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്, യഥാർത്ഥത്തിൽ മൗലാന മൗദൂദി ഹദീസിനെ കുറിച്ചുള്ള ബൃഹത്തായ കിതാബ് എഴുതുവാൻ ശ്രമിക്കുകയും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുകയും തുടക്കം കുറിക്കുകയും എന്നാൽ അദ്ദേഹം ശക്തമായ രോഗത്തിനടിമയാവുകയും ആ രോഗത്താൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ അനുയായിയായ പ്രത്യേകിച്ച് മൗലാന ഖലീൽ അഹമ്മദ് ഹാമിദി, മൗലാന മൗദൂദിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇന്ന് പാകിസ്ഥാനിലെ മൻസൂറയിലെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറായിരുന്നു.
അദ്ദേഹം അദ്ദേഹം മറ്റൊരു പണ്ഡിതനായിരുന്ന മൗലാന അബ്ദുൽ വക്കീൽ അലവിയെ ഏൽപ്പിക്കുകയും ആ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തഫീമുൽ അഹാദീസ് എന്ന് പറയുന്ന കിതാബിൻ്റെ രചന പൂർത്തിയാവുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തഫീമുൽ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ മൗലാന മൗദൂദി പരാമർശിച്ച ഹദീസുകളും അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ മറ്റ് പഠനാർഹമായ പ്രഭാഷണങ്ങളിലെയും അതുപോലെ തന്നെ എഴുത്തിലെയും ഗ്രന്ഥങ്ങളിലെയും ഹദീസുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് 8 വോളിയംസ് ഉള്ള തഫീമുൽ അഹാദീസ് അദ്ദേഹം രചിച്ചത്. അതുകൊണ്ട് തന്നെ അത് മൗലാന മൗദൂദിയുടെ രചന എന്ന നിലയിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഈ 8 വാള്യമുള്ള 6 വാള്യമുള്ള തഫ്സീറിൽ നിന്ന് അതുപോലെ ബാക്കിയുള്ള രചനകളുടെ സഹായത്തോടു കൂടി 8 വാള്യംസ് ഉള്ള തഫീം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ബാക്കിയുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലെ പോലെ തന്നെ അഖീദയും നമ്മുടെ അഖീദ ആചാരാനുഷ്ഠാനങ്ങൾ, ഒരാളുടെ ഒരു വിശ്വാസിയുടെ അദബ്, സ്വഭാവ സവിശേഷതകൾ, സാമൂഹ്യ ഇടപെടലുകൾ, രാഷ്ട്രീയം, ജിഹാദ് എന്ന് പറയുന്ന ഒട്ടുമിക്ക മേഖലകളെക്കുറിച്ച് മൗലാന മൗദൂദി പരാമർശിച്ച വിഷയങ്ങളിലുള്ള ഹദീസുകളുടെ കളക്ഷനാണ് തഫീമുൽ അഹാദീസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ തഫീമുൽ അഹാദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് അത് ഹദീസ് നിഷേധ പ്രവണത അന്ന് ഉണ്ടായിരുന്നു. അവരെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് ഈ രചനയിൽ കാണുവാൻ കഴിയും. ഹദീസ് നിഷേധത്തെക്കുറിച്ച് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഹദീസ് ലിറ്ററേച്ചർ, ഈ ഹദീസ് എന്ന് പറയുന്നതിൻ്റെ എഴുതിയ ഒരു ലോകത്തെക്കുറിച്ചും അതെങ്ങനെയാണ് സഹാബിമാർ മുതൽ പിന്നീട് അത് രേഖപ്പെടുത്തിയതെന്നും അത് പിന്നീട് ഇമാം ബുഖാരിയുടെ കാലഘട്ടം വരെയുള്ള വിശദമായ ഒരു വിശദീകരണം അതിൽ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ട് ഏത് രീതിയിലാണ് രേഖപ്പെടുത്തപ്പെടുന്നത്, അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതിൽ വരേണ്ട സൂക്ഷ്മതകൾ എന്തൊക്കെ എന്നും ഈ ഇതിൻ്റെ ആമുഖ ഭാഗങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹദീസിൻ്റെ സിഖത്ത് എന്ന് പറയുന്ന ഓതൻറ്റിസിറ്റിയും അതിൻ്റെ പ്രബലതയും മൗലാന മൗദൂദിയുടെ ഒരു ആശയപ്രകാരം ഈ ബുക്കിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ രചനയിൽ ഖുർആനും ഹദീസിൻ്റെയും അതിൻ്റെ കോഡിഫിക്കേഷനിലെ അതിൻ്റെ സമാഹരണത്തിൽ സംഭവിച്ച വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ഖുർആനും ഹദീസും വേറിട്ട് നിൽക്കുന്നതെന്നും എങ്ങനെയാണ് അത് രേഖപ്പെടുത്തപ്പെട്ടതെന്നും ഈ കിതാബിൻ്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ സ്വഹാബികൾ മുതൽ പിന്നീട് ഇമാം ബുഖാരി വരെയുള്ള പണ്ഡിതന്മാരുടെയും സലഫു സാലിഹ്യങ്ങളുടെയും ഹദീസിനോടുള്ള കോൺട്രിബ്യൂഷൻ പരാമർശിക്കുന്നതോടെ കൂടെ തന്നെ ഹിജിരി 2-ാം നൂറ്റാണ്ടിലെ ഹദീസ് ലിറ്ററേച്ചറിൻ്റെ ഒരു സംഭാവനയും, അതായത് മധ്യകാലഘട്ടം വരെയുള്ള അതിൻ്റെ ഒരു സംഭാവനയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹദീസ് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഒരേ വിഷയത്തിലുള്ള നിരവധി ഹദീസുകൾ വരുമ്പോൾ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാം. നമുക്കറിയാം മൗലാന മൗദൂദി തഫ്ഹീമിലാവട്ടെ അദ്ദേഹത്തിൻ്റെ പല രചനകളിലാവട്ടെ ഒരുപാട് റിഫർ ചെയ്യുന്ന ഒരാളാണ് ഷാ വലിയുല്ലാ ദഹ്ലവി. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സബ് കോണിൽ ജീവിച്ചിരുന്ന മഹാനായ പരിഷ്കർത്താവ്. മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ തജ്ദീദിനെ കുറിച്ചുള്ള രചനയിൽ പോലും ഷാ വലിയുല്ലാ ദഹ്ലവിനെ മുജദ്ദിദ് എന്ന രീതിയിലാണ് എണ്ണുന്നത്. ഷാ വലിയുല്ലാ ദഹ്ലവിയുടെ അൽ ഇൻസാഫ് എന്ന് പറയുന്ന രചനയുണ്ട്. ആ ഇൻസാഫ് രചനയിലും ഹദീസിനെ എങ്ങനെ കാണണമെന്നൊക്കെയുള്ള വിശദീകരണം അതിൽ കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ നല്ലൊരു ഇൻഫ്ലുവൻസ് മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മൗലാന മൗദൂദി ഹദീസിനെ എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ സ്വതന്ത്രമായ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അധ്യാപകരുണ്ടായിരുന്നു. കുറച്ചു കാലത്ത് മദ്രസയിൽ പോയിരുന്നു. പിന്നീട് ഖുർആനും വിവിധ വിഷയങ്ങളും സ്വയം പഠിച്ചെടുത്തതുപോലെ തന്നെ സ്വന്തമായി വളർത്തിയെടുത്ത വൈജ്ഞാനിക വൈഭവമാണ് മൗലാന മൗദൂദിക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ രസകരമായ ഒരു കാര്യം, ഒരു മുഹദ്ദിസിന് ഒരുപാട് ഉസ്താദുമാരുണ്ടാവണമെന്ന് പറയുന്ന ഒരു അലിഖിത നിയമം പലരും പറയാറുണ്ട്. ഒരുപക്ഷെ ആ ഉസ്താദുമാരുണ്ടോ ഇല്ലയോ എന്നതിനേക്കാളും അപ്പുറം സ്വന്തമായി തന്നെ ഒരു വലിയ പണ്ഡിതനാവുവാനും അത് സമൂഹ മധ്യത്തിൽ സമർപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് മൗലാന മൗദൂദിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൻ്റെ കൂടെ തന്നെ അവസാനം തഫീമുൽ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അത് ഹദീസിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യമാണ്. അത് മൗലാന മൗദൂദിയുടെ പ്രത്യേകിച്ച് ഇവിടെ 1940-കൾക്ക് ശേഷം പിന്നീട് പാകിസ്ഥാനിലെത്തുന്നവരെയുള്ള കാലഘട്ടവും അദ്ദേഹം മരണപ്പെടുന്ന കാലഘട്ടം വരെയും
മൗലാന മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത് ഹദീസിന്റെ സംരക്ഷണവും പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് ഹദീസ് സംരക്ഷിക്കാം, എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നൊക്കെയും അദ്ദേഹം ഈ വിവിധ രചനകളിലൂടെ പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ ബുക്കിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ മഹിമയും നമ്മൾ അറിയണം. മൗലാന മൗദൂദി പൊതുവെ സ്വീകരിക്കുന്നത് ഒന്ന് സഹീഹായ ഹദീസുകൾക്കാണ് എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അത് തഫീമിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റസായിലോ മസായിൽ, അദ്ദേഹത്തിൻ്റെ റസായിലോ അതായത് ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫത്വകളുടെ കളക്ഷൻ ഉണ്ട്, അതിലും സഹീഹായ ഹദീസുകൾക്ക് ധാരാളം പ്രാധാന്യം നൽകുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരേ സമയം റിവായത്തും ദിറായത്തും ചേർത്ത് വെക്കുന്നു. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കണ്ണി ചേർക്കുന്ന ആ ഒരു പ്രാധാന്യം വെക്കുന്നതോടുകൂടി തന്നെ, അതായത് സനദ് ഇസ്നാദ് എന്ന് പറയുന്ന വിഷയങ്ങളിൽ പ്രാധാന്യം നൽകുന്നതിൻ്റെ കൂടെ തന്നെ ആ ഹദീസുകളുടെ ദിറായത്തിനും ഒരേ പ്രാധാന്യം നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹദീസുകളെയൊക്കെ ഒരു ഖുർആനിക് സെൻട്രിക് അപ്രോച്ചാണ്, ഖുർആനിൻ്റെ മൗലികതയോട് ചേർന്ന് നിൽക്കുന്ന ഹദീസുകളെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ആളാണ്, ലോക സമൂഹത്തിനിടയിൽ റഹ്മത്തായ ആളാണ്. ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തിലും ചിന്തയിലും ആശയത്തിലും ഒരു അനീതി നിറഞ്ഞ മൗലികമായി തെറ്റുള്ള ഒരാശയം വന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഹദീസിനെ സ്വീകരിക്കുന്നത് പോലും ഖുർആനിൻ്റെ ഒരാശയത്തിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ മത്തിൻ, അതിൻ്റെ കണ്ടന്റ് അത് സുന്ദരമായിരിക്കണം, കണ്ടന്റ് ഖുർആനികമായി തന്നെ ബന്ധമുള്ളതായിരിക്കണം എന്ന് മൗലാന മൗദൂദിക്ക് വാശിയുള്ളതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനയിൽ കാണാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിയാത്ത്, പൊതുവെ ഹദീസ് എന്ന പേരിൽ പിന്നീട് ഒരുപാട് നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം കളക്ട് ചെയ്യപ്പെട്ട ഇസ്രായേലി കഥകളെ അതിനെ വ്യതിരിക്തമായി തന്നെ വിശദീകരിക്കുന്ന നമുക്ക് തഫീമുൽ ഖുർആനിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഹദീസുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല വർക്ക് എന്ന നിലയിൽ നമുക്ക് അതിനെ എണ്ണാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അത് മുഖ്യധാര പണ്ഡിതന്മാരെല്ലാം മൗലാന മൗദൂദിയുടെ ഏറ്റവും സവിശേഷമായ ഒരു ക്വാളിറ്റിയായി എണ്ണുന്നത് ലിറ്റററി, സാഹിത്യ ഒരു മൂല്യമാണ്, ഗുണമാണ്. മൗലാന മൗദൂദിയുടെ രചനകൾ ഉറുദുവിൽ അത് അദ്ദേഹത്തിന് അതിസുന്ദരമായ ഭാഷയിൽ, എന്നാൽ അത് ലളിതവും, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാവട്ടെ എല്ലാവർക്കും വശ്യമാവുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ അതിൻ്റെ ലിറ്റററി ക്വാളിറ്റിയെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ തഫീമുൽ ഖുർആൻ തന്നെ ഉറുദുവിൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം നമുക്ക് മറ്റ് ഭാഷകളിൽ ഉണ്ടാവില്ല. കാരണം അത്രത്തോളം ഈ രചനകളിൽ പോലും അതിൻ്റെ ഷറഹിൽ പോലും അതിസുന്ദരമായ ഒരു സാഹിത്യ ഭംഗി അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഹദീസ്, ആ എടുക്കുന്ന ഹദീസുകളിലെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക്, ഈ വിഷയങ്ങൾക്കെല്ലാം സൊല്യൂഷൻ എന്ന നിലയിൽ ഹദീസിനെ അപഗ്രഥിക്കുവാൻ, അതിനെ അനലൈസ് ചെയ്യുവാനും അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റുകളെ അനാവരണം ചെയ്യുവാനും മൗലാന മൗദൂദി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അവസാനമായി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് വന്ന സകലവിധ അക്രമങ്ങൾക്കും അതിനെതിരെ വന്ന അറ്റാക്കുകൾക്കുമെല്ലാം പണ്ഡിതോചിതമായി മറുപടി നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഈ തഫീമുൽ അഹാദീസിൽ മാത്രമല്ല, നാം ഇനി പരാമർശിക്കാൻ പോകുന്ന മറ്റു പല രചനകളിലും ഈ ക്വാളിറ്റി അദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നാണ്, അത് അദ്ദേഹം മുന്നിൽ വെച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്തായിരുന്നു എന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ മൊഹ്സിന അസീം എന്ന് പറയുന്ന സ്കോളർ അവരുടെ PhD വർക്ക് ആയി തയ്യാറാക്കിയ ബുക്കാണ് ഹദീസ് മേ സയ്യിദ് മൗദൂദി കി ഖിദ്മത്ത്. അതായത് ഹദീസ് സാഹിത്യത്തിൽ, ഹദീസിൽ മൗലാന മൗദൂദിയുടെ സംഭാവനയെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു വിശദീകരണത്തിൽ ഡോക്ടർ മൊഹ്സിന അസീം ഒരു 6 പശ്ചാത്തലം മൗലാന മൗദൂദിയുടെ ഈ രചനകളുടെ, ഹദീസുമായി ബന്ധപ്പെട്ട രചനകളുടെ പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഒന്ന് കൾച്ചറൽ ഇൻവേഷൻ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായി ഇസ്ലാമിക ലോകത്ത് വ്യാപിക്കപ്പെട്ട ഒരു കൾച്ചറൽ ഇൻവേഷനെ മൗലാന മൗദൂദി പ്രധാനമായി കണ്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദീനിയാത്ത്, തൻഖീഹാത്ത് പോലുള്ള രചനകളിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, ഒരു മുസ്ലിം സമൂഹം എങ്ങനെയാണ് മുസ്ലിം ഐഡന്റിറ്റി സൂക്ഷിക്കേണ്ടതെന്നും മുസ്ലിം സ്വത്വം കൈക്കൊണ്ട് നടക്കേണ്ടതെന്നും അതിൻ്റെ ഭാഗമായി എങ്ങനെ
ഈ കൾച്ചറൽ ഇൻവേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം പോലുള്ള വിഷയങ്ങളെ കാണേണ്ടതെന്നും മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ ഡോക്ടർ മോഹ്സിന അസീം അത് പ്രധാനമായും എണ്ണി വിശദീകരിക്കുന്നുണ്ട്. അതായിരുന്നു ഒരു സാഹചര്യം. രണ്ടാമത്തത് ഏത്തിസമാണ്, അതായത് നിരീശ്വരവാദം. ഇതിനെയൊക്കെ ഫിത്ന ഫറങ്കി, അതായത് ഫിത്ന ലാദീനിയ എന്നൊക്കെ രീതിയിലാണ് ഡോക്ടർ മോഹ്സിന അസീം അവരുടെ ഹദീസ് മേ സെയ്ദ് മൗദൂദിക്ക് ഖിദ്മത്ത് എന്ന് പറയുന്ന രചനയിൽ വിശദീകരിക്കുന്നത്. ഫിത്ന എന്നുള്ള ഒരു പദത്തിലൂടെയാണ് അവർ വിശദീകരിക്കുന്നത്. അതിൽ രണ്ടാമത്തത് ഏത്തിസമാണ്, നിരീശ്വരവാദം. അതിൻ്റെ ഭാഗമായി തന്നെ, ഈ നിരീശ്വരവാദത്തിൻ്റെ ഭാഗമായി തന്നെ എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്വാധീനവും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇതിൻ്റെ ഭാഗമായി മോഡേണിറ്റിയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനവും എല്ലാം കാരണം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു നിരീശ്വരവാദ പ്രവണത 40കളുടെ പശ്ചാത്തലത്തിൽ നിന്ന് സജീവമായതായി മൗലാന മൗദൂദ് തന്നെ വിവിധ രചനകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മൗലാന മൗദൂദ് ദീനിയാത്ത്, താലീമാത്ത്, തഫ്ഹീമാത്ത്, അതായത് തഫ്ഹീമുൽ ഖുർആന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഈ ഏത്തിസ്റ്റ് പ്രവണതയെ മറുപടി പറഞ്ഞുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മറുപടി പറയുന്നതായി നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഖാദിയാനിസം, ഖാദിയാനി വിഭാഗത്തിന്റെ ഉത്ഭവം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സഹായത്തോടു കൂടി മുസ്ലിം സമൂഹത്തിനിടയിൽ വിള്ളൽ വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരു കഴിവുള്ളവനായ എന്നാൽ കണ്ണിങ്ങായ ഒരു മനുഷ്യനെ കൊണ്ട് പുതിയൊരു പ്രവാചകത്വം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരുപാട് ഫിത്നകൾ, ഫസാദുകൾ, പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ വ്യാപകമാവുകയും ചെയ്തു. ജിഹാദ് ഇനി വേണ്ട എന്നൊക്കെ രീതിയിലുള്ള ഫത്വകളാണ് ഈ മനുഷ്യൻ പുറപ്പെടുവിച്ചത്. എന്ന് വെച്ചാൽ ജിഹാദ് ആവശ്യമില്ല, ബ്രിട്ടീഷുകാരോട് സമരസപ്പെട്ടു പോകണം എന്നൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രചരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വം എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാം പൊതുവെ അംഗീകരിക്കുന്ന ആശയത്തിന് വിരുദ്ധമായ ഒരു കൺസെപ്റ്റാണ് ഖാദിയാനി കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അതിനെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് മൗലാന മൗദൂദി എഴുതിയ ഖത്തമുൻ നുബുവത്ത്, പ്രവാചകത്വ പരിസമാപ്തി എന്ന രീതിയിൽ നമുക്കത് മലയാളത്തിൽ കാണാം. മറ്റൊന്ന് ഖാദിയാനി മസ്അല എന്ന് പറയുന്ന രചനയും മൗലാന മൗദൂദി എഴുതി. അതായത് സുന്നത്തിന്റെ സംരക്ഷണം അത് ഉറപ്പുവരുത്തുക എന്നത് മൗലാന മൗദൂദി പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അനിവാര്യമായും കണ്ടു. ഈ ഖാദിയാനി മസ്അലയുടെ പേരിൽ വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. ലോക മുസ്ലിം രാഷ്ട്രങ്ങളും പണ്ഡിത വിഭാഗങ്ങളും എല്ലാം ശക്തമായ പ്രതിഷേധം കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് മൗലാന മൗദൂദി അവർ പുറത്തുവിട്ടത്, അതായത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്ന് വെച്ചാൽ അത്രത്തോളം ലോക ജനസമക്ഷത്തിൽ ഈ ഒരു സുന്നത്തിന്റെ സംരക്ഷണം എന്നത് മൗലാന മൗദൂദി ഒരു നിയമപ്രശ്നമായി കാണുകയും ലോക ജനത, പണ്ഡിത വിഭാഗങ്ങളും ഇസ്ലാമിനോട് താല്പര്യമുള്ള രാഷ്ട്രങ്ങളും ഈ വിഷയം ഗൗരവമായി കാണുകയും മൗലാന മൗദൂദിയുടെ മോചനത്തിന് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തുന്ന രചന മൗലാന മൗദൂദി നടത്തി. അത്രത്തോളം സ്വാധീനം ഈ ഫിഖ്ഹിന്റെ ഹദീസിന്റെ മേഖലയിൽ അദ്ദേഹത്തിന് ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെയാണ് അദ്ദേഹം ഹദീസ് നിഷേധികളെ കുറിച്ചുള്ള ചർച്ച നടത്തിയത്. ഹദീസ് നിഷേധികളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് പാശ്ചാത്യവൽക്കരണവും മോഡേണിസവും ഭാഗമായിട്ട് സയൻസിന് ശക്തമായ ഒരു സ്വാധീനമുണ്ടാവുകയും അത് എക്സ്പെരിമെന്റൽ ഒരു ക്രിട്ടിക്കൽ റീസണിങ് അതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നും ഇങ്ങനെയുള്ള വാറോലകൾ ആവശ്യമില്ല എന്നും തരത്തിലുള്ള ഒരു ചിന്ത ഈ സമൂഹത്തിൽ ശക്തമായി. അതിൻ്റെ കൂടെ തന്നെ ഈ ഖുർആനിസ്റ്റ് എന്ന് വിളിക്കുന്ന ഖുർആനിൽ മാത്രം ഊന്നുകയും ഹദീസ് നിഷേധം ശക്തമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുന്നത്തി ആയിനെ ഹൈസിയത്ത് എന്ന് പറയുന്ന രചന അദ്ദേഹം എഴുതുന്നത്. അത് നമുക്ക് വിശദീകരിക്കാം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന്, പണ്ഡിത വിഭാഗങ്ങൾക്കിടയിൽ പോലും അദ്ദേഹം കണ്ട മറ്റൊരു പ്രവണതയാണ് ഒരുപക്ഷെ ഇന്നും നമുക്ക് കാണാം. അത് ഈ ഹദീസ് മേഖലയിലുള്ള നോളജിനൊരു ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ് ഇല്ലാതെ വരികയും അത് തഖ്ലീദ് മാത്രമാവുകയും അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുക. സ്വീകരിക്കുന്ന ഹദീസുകളോ അതിന് പ്രത്യേകമായ റിപ്പോർട്ടുകളോ അതിൻ്റെ സനദ് മുത്തവാത്തിറും, അതായത് അതിൻ്റെ പ്രബലത പോലും പരിഗണിക്കാത്ത തരത്തിൽ നിയമവിഷയങ്ങൾ പോലും ഹദീസുകൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മൗലാന മൗദൂദിയുടെ ശക്തമായ ഒരു നിരൂപണവും നമുക്ക് കാണാം.
അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദി കണ്ട മറ്റൊരു പ്രശ്നം ഈ ഹദീസ് അവലോകനങ്ങളിൽ സിംപ്ലിസിറ്റി, അതായത് വളരെ ദുർഗ്രഹമായ വളരെ സങ്കീർണമായ പദാവലികളിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഈ ഹദീസ് എന്ന് പറയുന്നത് തങ്ങൾക്ക് കയ്യെത്താ ദൂരത്താണെന്ന് പറയുന്ന ചിന്ത മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്ത ഒരു പശ്ചാത്തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിനെ അതിസുന്ദരമായും ലളിതമായും സുതാര്യമായും ഹദീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രയത്നമായി സ്വയം സ്വീകരിച്ചതും നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് റിജക്ഷന് പ്രധാനമായും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് പ്രധാന പങ്ക് വഹിച്ചത് സർ സയ്യിദ് പോലുള്ള, അതുപോലെ തന്നെ ചിറാഗ് അലി പോലുള്ള ആൾക്കാരാണ്. ഇവരുടെ സ്വാധീനം, അതായത് 19-20 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുതൽ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ഗുലാം അഹമ്മദ് പർവേസ് എന്ന് വിളിക്കപ്പെടുന്ന മൗലാന മൗദൂദിയുടെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരാൾ, പാകിസ്ഥാൻ ഗവൺമെന്റിനെ തന്നെ അയ്യൂബ് ഖാൻ പോലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ വലിയ ഒരു പണ്ഡിതനായി മാറി അദ്ദേഹം. അതായത് തുലുവ ഇസ്ലാം എന്ന് പറയുന്ന മാഗസിനിലൂടെ ഹദീസ് നിഷേധ പ്രവണതകൾ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മാരിഫുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ ഖുർആൻ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം നിസാമെ റുബൂബിയത്ത് എന്ന് പറയുന്ന ഒരു കിതാബ് എഴുതുകയും ആ കിതാബിൽ മുഴുവൻ ചിന്ത സമർപ്പിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം ഒരുപാട്, അതായത് ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും തള്ളുകയും ഇന്നത് നടപ്പിലാക്കാൻ പറ്റുകയില്ല. ഇസ്ലാം ഗവൺമെന്റ് വരുമ്പോൾ, അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ, റുബൂബിയത്തിന്റെ ഒരു നിസാം സ്ട്രക്ചർ സംവിധാനം രൂപപ്പെടുമ്പോൾ നമുക്ക് നോക്കാം, അതുവരെയൊന്നും ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇൻഹെറിറ്റൻസും വസിയത്ത് എന്ന് പറയുന്ന ചർച്ചകൾ നമുക്ക് വേണ്ടതില്ല എന്നൊക്കെ തരത്തിൽ ഈ ആൾക്കാർ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനൊക്കെ ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് മൗലാന മൗദൂദി യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രചന സുന്നത്ത് കി ആയിനെ ഹൈസിയത്ത് എന്ന് പറയുന്ന രചന മൗലാന മൗദൂദി എഴുതുന്നത്. അതായത് ഈ തരത്തിൽ അത് ഗുലാം അഹമ്മദ് പർവേസിനെ പോലെ, അല്ലെങ്കിൽ മുമ്പ് സർ സയ്യിദ് അല്ലെങ്കിൽ ചിറാഗ് അലി പോലുള്ള ആൾക്കാരുടെ പ്രവണത ഭാഗമായി പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് വിശിഷ്യ വലിയ സ്വാധീനമുണ്ടായി. അതിൻ്റെ ഭാഗമായി കോർട്ടുകളിൽ പോലും വലിയ ചർച്ചകളുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് 1961 മൗലാന മൗദൂദി മൻസബെ റിസാലത്ത് നമ്പർ, അദ്ദേഹത്തിൻ്റെ തർജുമാൻ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പത്രത്തിൽ മൻസബെ റിസാലത്ത് നമ്പർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പതിപ്പ് അദ്ദേഹം ഇറക്കിയുണ്ടായി. ആ സ്പെഷ്യൽ പതിപ്പ് 10,000-കണക്കിന് കോപ്പികളാണ് അടിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോവുകയും ചെയ്തു. പിന്നീട് ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത് ബുക്ക് ഫോമിലേക്ക് മാറ്റുന്നത്. ആ ബുക്കിനെയാണ് നമ്മൾ സുന്നത്ത് കി ആയിനെ ഹൈസിയത്ത് എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. മലയാളത്തിൽ അത് സുന്നത്തിന്റെ പ്രാമാണികത എന്ന പേരിൽ മലയാളത്തിൽ അത് IPH പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൗലാന മൗദൂദി ഈ കിതാബിൽ പ്രധാനമായും എടുത്തു പറയുന്ന പോയിന്റുകൾ, ഒന്ന്, അത് സുന്നത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരിയായ മാർഗത്തിന്റെ അന്വേഷണത്തിന്റെ സോഴ്സാണ്. ഖുർആൻ എപ്രകാരം ഒരു മനുഷ്യന്റെ ഹിദായത്തിനുള്ള സ്രോതസ്സായി മാറുന്നോ അപ്രകാരം തന്നെ സുന്നത്തും, അതായത് ഹദീസും ഖുർആന്റെ പ്രധാന സോഴ്സായി മാറുന്നു. അതുപോലെ തന്നെ സുന്നത്തിന് ഖുർആനെ പോലെ തന്നെ അതോറിറ്റി ഉണ്ട്. ഖുർആൻ സുന്നത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്തിനെ അല്ലെങ്കിൽ ഹദീസിനെ സംരക്ഷിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ആ ഹദീസിനാൽ സുന്നത്തിന് ഖുർആനെ പോലെ തന്നെ അതോറിറ്റി ഉണ്ട്. കാരണം നമുക്കറിയാം സൂറത്തുൽ അറാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദീകരിക്കുന്ന ഭാഗമായി ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ, അതായത് യുഹില്ലു ത്വയ്യിബാത്ത് വയുഹർരിമുൽ ഖബായിസ്, ഹലാലുകളെ നല്ലതിനെ ഹലാലാക്കുന്ന, മ്ലേച്ഛമായതിനെ ഹറാമാക്കുന്ന നബി എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വയലൗ അൻഹും മിസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, സൂറത്തുൽ അഗ്റാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്ന മനുഷ്യൻ വഹിക്കുന്ന ഭാരം ഇറക്കി വെക്കുകയും അവൻ മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്ന പ്രവാചകൻ എന്ന നിലയിൽ, അതായത് ഖുർആനിനെ വിശദീകരിക്കുന്ന തിബിയാനായി, എക്സ്പ്ലെയിനിങ് ആയി, വിശദീകരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ
ഖുർആനെ പോലെ തന്നെ സുന്നത്തിനും പ്രാമാണികതയുണ്ട് എന്നറിയാം എന്ന് മൗലാന മൗദൂദി പറയുന്നു. നമുക്കറിയാം, കേരളത്തിൽ പോലും ചേകന്നൂർ മൗലവി അടക്കമുള്ള ആൾക്കാർ ഖുർആൻ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചത് ഈ ഹദീസ് നിഷേധ പ്രവണതയുടെ കേരളത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഈ ഒരു പശ്ചാത്തലം ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം സുന്നത്തിന് പ്രാമാണികതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് മൗലാന മൗദൂദി പറഞ്ഞു, സുന്നത്തിനെ നിഷേധിക്കുന്നവൻ അതവൻ ഇസ്ലാമിനെ നിഷേധിക്കുന്നതാണ്. അതായത് സുന്നത്തിനെ നിഷേധിച്ചാൽ മുസ്ലിമായി ജീവിക്കാം എന്ന് കരുതേണ്ടതില്ല എന്നാണ് മൗലാന മൗദൂദി അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഖുർആൻ നിഷേധമാണ്. റസൂലിന്റെ ജീവിതത്തെ നിഷേധിക്കുന്നവന് ഖുർആൻ പഠിക്കാൻ കഴിയില്ല. അതിന് മൗലാന മൗദൂദി നമസ്കാരം പോലുള്ള അതുപോലെ തന്നെ ഒട്ടുമിക്ക റിച്വലുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ. ആ ഓരോ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നുണ്ട്. ഇതിനെയൊക്കെ വിശദീകരിക്കുന്ന ഹദീസുകളിലൂടെയാണ്. സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അതിന്റെ നിസ്കാര രൂപങ്ങൾ, സക്കാത്തിന്റെ രൂപങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങളുടെ രൂപങ്ങൾ, അതിന്റെ കൂടെ തന്നെ നിയമങ്ങൾ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, ഇതിന്റെയൊക്കെ വിശദീകരണങ്ങൾ അറിയണമെങ്കിൽ അത് ഹദീസ് തന്നെ അറിയണം. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ അല്ലെങ്കിൽ സുന്നത്തിനെ നിഷേധിക്കുന്നത് ഇസ്ലാമിനെ നിഷേധിക്കുന്നതായി മൗലാന മൗദൂദി പറഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ തന്നെ സുന്നത്തിനെ അനുഗമിക്കുന്നതിന്റെ പ്രാധാന്യവും അതിൻ്റെ കൂടെ തന്നെ സുന്നത്തിനെ തള്ളി നിഷേധിക്കുന്നവരെ കുറിച്ചുള്ള ശക്തമായ വിമർശനവും മൗലാന മൗദൂദി സുന്നത്തിന്റെ പ്രാമാണികതയിൽ പറയുന്നുണ്ട്. അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പണ്ഡിതന്മാരുടെ മാത്രം പരാമർശമല്ല. അതിനേക്കാളും അപ്പുറം ഈ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരുടെ രചനകളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഓറിയന്റലിസത്തിന്റെ വാഹകരായ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മുസ്ലിം ബുദ്ധിജീവികളുടെയും പേരുകൾ പരാമർശിച്ചുകൊണ്ട് മൗലാന മൗദൂദി ഈ രചനയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സുന്നത്ത് കി ആയിനെ ഹൈസിയത്ത് എന്ന് പറയുന്ന രചന പോലും അന്നത്തെ പ്രധാനപ്പെട്ട ഹദീസ് നിഷേധിയായ ഡോക്ടർ അബ്ദുൽ വദൂദ് എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള കത്തിടപാടുകളുടെ ഒരു ആഫ്റ്റർ ഒരു ഔട്ട്കം കൂടിയിട്ടാണ് സുന്നത്ത് കി ആയിനെ ഹൈസിയത്ത് എന്ന് പറയുന്ന രചന. അപ്പൊ ഈ തരത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത് മൗലാന മൗദൂദിയുടെ പ്രധാന മേഖലയായിരുന്നു എന്നുള്ളതാണ്. സുന്നത്തിനെ സംരക്ഷിക്കുക, സുന്നത്തിനെ സംരക്ഷിക്കുന്നതോടുകൂടി അത് ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന ഭാഗമായി മൗലാന മൗദൂദി കണ്ടു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൗലാന മൗദൂദിയുടെ ഈ പറയുന്ന തരത്തിലുള്ള സംഭാവനകൾ പാകിസ്ഥാനിലെ നിയമ മേഖലകളിൽ പോലും അത് ശക്തമായി അലയടിച്ചു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നമുക്കറിയാം. മൗലാന മൗദൂദിയുടെ പ്രവർത്തന ഫലമായി ഒരുപാട് സുന്നത്ത് നിഷേധികളെ ഒരു പരിധിയോളം വരെയെങ്കിലും തടഞ്ഞു നിർത്തുവാൻ മൗലാന മൗദൂദിക്ക് സാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് ഹൈക്കോടതിയിൽ സുന്നത്തിന്റെ പ്രാമാണികതയെ നിരാകരിക്കുന്ന ഒരു വിധി അവിടെ ഉണ്ടായി. മൗലാന മൗദൂദി അതിനെതിരെ ശക്തമായി എതിർത്തുകൊണ്ട് ലേഖനം പബ്ലിഷ് ചെയ്തു. ഈ ലേഖനം, ഈ പഠനം ഒട്ടുമിക്ക മേഖലകളിലും, അതായത് നിയമ ജുഡീഷ്യറികളിലെല്ലാം ചർച്ചാ വിഷയമാവുകയും കോടതിക്ക് തങ്ങളുടെ വിധി തിരുത്തേണ്ടി വരികയും ചെയ്തു. അത് മാത്രമല്ല 1956, 1963, 1973 വർഷങ്ങളില് ഭേദഗതി ചെയ്യപ്പെട്ട പാകിസ്ഥാൻ ഭരണഘടനയിൽ സുന്നത്തിനെ ആധികാരിക സോഴ്സായി ഉൾപ്പെടുത്തിയതിൽ പോലും മൗലാന മൗദൂദിയുടെ ശ്രമങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പാകിസ്ഥാനിലെ ഭരണഘടനാ പ്രക്ഷോഭങ്ങളിലും പാകിസ്ഥാൻ ഭരണഘടന രൂപിക്കുന്നതിലും അതിലെ ഇസ്ലാമിക് ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന രചനയിൽ പോലും എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടത്, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇസ്ലാമിന്റെ സ്രോതസ്സുകളായ ഖുർആനും ഹദീസും എങ്ങനെയാണ് വരേണ്ടത് എന്ന് പോലും മൗലാന മൗദൂദി ആ രചനകളിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ ഈ മേഖലയിലുള്ള സംഭാവനകൾ നമ്മൾ പ്രത്യേകമായി തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവസാനമായി മൗലാന മൗദൂദി ഈ രചനകൾ മാത്രമല്ല, അതായത് സുന്നത്ത് കി ആയിനെ ഹൈസിയത്ത് അല്ലെങ്കിൽ തഫീമുൽ അഹാദീസ്, ഈ രചനകൾ മാത്രമല്ല, മൗലാന മൗദൂദിയുടെ മറ്റു പല രചനകളിലും ഈ വിഷയത്തെക്കുറിച്ച് ആഴമായ പഠനങ്ങളുണ്ട്. അതിൽ ഒന്ന് സീറത്തെ സർവറെ ആലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് സീറ, അദ്ദേഹത്തിന്റെ ലൈഫിനെ വിശദീകരിക്കുന്ന അതിസുന്ദരമായ ഭാഷയിൽ നമുക്ക് അനുഭവേദ്യമായ രീതിയിൽ ആ ഹദീസിനെ ഒരു അനുഭവ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന രചനയാണ് സീറത്തെ സർവറെ ആലം.
അതുപോലെ തന്നെ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം നമ്മൾ എപ്പോഴും വിശദീകരിക്കുന്ന ഒരു രചനയാണ് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ സംശയം ഉണ്ടായപ്പോൾ, തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ, ഖുർആനിന്റെയും ഹദീസിന്റെയും മറ്റ് പല പണ്ഡിത സോഴ്സുകളുടെയും സഹായത്തോടു കൂടി എന്താണ് ജിഹാദ് എന്ന് സമർപ്പിക്കുന്ന രചനയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഖുർആൻ ഓർ ഹദീസ് എന്ന് പറയുന്ന തർജുമാനുൽ ഖുർആനിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണ്. ഖുർആനും ഹദീസും എന്താണെന്നും അതിൽ ഖുർആനോടും ഹദീസും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്നും ഹദീസ് എങ്ങനെയാണ് ആധികാരികമാവുന്നതെന്നും ഹദീസിനോടുള്ള നമ്മുടെ സമീപനം എന്താണെന്നും മൗലാന മൗദൂദി ഖുർആൻ ഓർ ഹദീസ് എന്ന് പറയുന്ന രചനയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന് പർദയാണ്. പർദ സൂറത്ത് നൂറിന്റെ ഒരു ഭാഗമായും മറ്റും നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് സൂറത്തുൽ അഹ്സാബ്, സൂറത്ത് നൂറ്, സൂറത്തുൽ ബഖറ, നിസാ, മാഇദ പോലുള്ള സൂറത്തുകളും, അതായത് നിയമം, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പറയുന്ന ഖുർആനിലെ എല്ലാ സൂറത്തുകളിലും മൗലാന മൗദൂദി ഹദീസുകളെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ ഒരുമിച്ച് വെക്കുകയും എന്നിട്ട് ഹനഫി പണ്ഡിതനായിരുന്ന അദ്ദേഹം പോലും പലപ്പോഴും ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം പറഞ്ഞിട്ടും മറ്റൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ പശ്ചാത്തലത്തിൽ എനിക്ക് സ്വന്തമായ ഹദീസിനോടും ഫിഖിനോടും ഒക്കെയും കാഴ്ചപ്പാടുണ്ട് എന്ന് മൗലാന മൗദൂദി പറഞ്ഞു വെച്ചത്. ഈ പർദ എന്ന രചനയിൽ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് കൾച്ചറൽ ഇന്നോവേഷൻ നടക്കുന്ന ഒരു പശ്ചാത്തലം, മോഡേണിറ്റിയുടെ ശക്തമായ ഇൻഫ്ലുവൻസ്, ഒരു ഹനഫി പണ്ഡിതൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു പാശ്ചാത്യ ഒരു ഇമേജിൽ നിന്നും മാറി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു സ്ത്രീ ഇമേജ് അല്ലെങ്കിൽ സ്ത്രീകളുടെ രൂപം, സ്ത്രീകളുടെ നിലപാട് എങ്ങനെ ആവണം എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരമുള്ള ഹദീസുകളുടെ വിശദീകരണങ്ങൾ നമുക്ക് അതിൽ കാണാം. മറ്റൊന്നാണ് ഖിലാഫത്ത് മുലൂക്കിയത്ത്. അതിലും ഹദീസുകളുടെ ഒരു ധാരാളിത്തം നമുക്ക് ഇതിൽ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്വഹാബയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം. ഇതല്ലാതെയും മൗലാന മൗദൂദിയുടെ മറ്റ് പല രചനകളും നമുക്ക് ഇതിൽ കാണാം. പ്രത്യേകിച്ച് മൗലാന മൗദൂദിയുടെ സ്വഹാബെ കിറാം ഓർ മൗലാന മൗദൂദി എന്ന പേരിൽ മറ്റൊരു രചനയുണ്ട്. അതായത് സ്വഹാബ അവരുടെ ജീവിതത്തെക്കുറിച്ച് മൗലാന മൗദൂദി എങ്ങനെയാണ് കണ്ടത്, അതായത് ഹദീസിന്റെ സംരക്ഷണത്തിൽ സ്വഹാബികളുടെ ജീവിതത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. സ്വഹാബികളാണല്ലോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. ആ സ്വഹാബികളെ കുറിച്ചുള്ള മൗലാന മൗദൂദിയുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന രചനയാണ് സ്വഹാബെ കിറാം ഓർ മൗലാന മൗദൂദി എന്ന് പറയുന്ന രചന. അപ്പോൾ ഈ പറയുന്ന രചനകളടക്കം നിരവധി കിതാബുകളിലൂടെയാണ് മൗലാന മൗദൂദി ഹദീസ് ലിറ്ററേച്ചറിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശദമായ പഠനം മൗലാന മൗദൂദിയുടെ ഹദീസുമായി ബന്ധപ്പെട്ട മേഖലയിൽ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആ തരത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട തന്നെ അഗാധ വൈഭവമുള്ള, ഇന്നും ഇനി വരുന്ന കാലഘട്ടങ്ങളിലും 20-ാം നൂറ്റാണ്ടിലെ ഒരു നല്ല ഹദീസ് മേഖലയുടെ സംഭാവനയായി മൗലാന മൗദൂദിയുടെ രചനകളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.